ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായി അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇന്നത്തെ ടോപ്പിക് എന്താണെന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ UAE-യിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേട്ടോ, സാറ്റർഡേ ആണ് നോമ്പ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മൺഡേ മുതൽ നോമ്പൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് 4ാമത്തെ നോമ്പാണ്. അപ്പോൾ ഇതുവരെ നോമ്പ് തുറ സ്പെഷ്യൽ ഐറ്റംസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണോ വീട്ടിലുള്ളത് അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കും, പിന്നെ രാത്രി കഴിക്കും, പിന്നെ അത്താഴത്തിന് എണീക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ കൊഴുക്കട്ടയുടെ വീഡിയോ കണ്ടിട്ടോ. കൊഴുക്കട്ട എന്താ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലേ, ഒരു ശർക്കരയും തേങ്ങയൊക്കെ ഫില്ല് ചെയ്തിട്ട് ഒരു ബോൾ പോലത്തെ. അപ്പോൾ അത് ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചപ്പോൾ അവിടുത്തെ നമ്മൾ ചിക്കൻ അതേപോലെ സ്കിഡ് റോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ട് റൂമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഗ്രേവി ടൈപ്പും കറി ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതിൻ്റെ ഒപ്പം പുട്ടും കൂടി ഉണ്ടാക്കാം, പിന്നെ ഈ കൊഴുക്കട്ട എല്ലാം അതും കൂടിയായിട്ട് നമുക്കൊരു നോമ്പ് തുറ സ്പെഷ്യൽ ഒരു ഇഫ്താറൊക്കെ സെറ്റാക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് കേട്ടോ വീഡിയോ. പിന്നെ നോമ്പ് എടുത്തിട്ട് ഇപ്പോൾ ഞാൻ പണ്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഏകദേശം ചിലപ്പോൾ ഒരെണ്ണം എടുക്കും, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി എടുക്കും, അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 4എണ്ണം എടുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ആദ്യത്തെ ദിവസമൊക്കെ ചെറിയൊരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതങ്ങനെ യൂസ്ഡായി, വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഇഫ്താറിൻ്റെ ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്ത കാര്യങ്ങൾ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മളിതേ ആദ്യം തന്നെ കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഉപ്പ്, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യണം, നല്ലതാണ്. നമ്മളിപ്പോൾ ഓയിൽ കഴിഞ്ഞ കാരണം തന്നെ അത് ആഡ് ചെയ്തിട്ടില്ല, ഉപ്പ് മാത്രമായിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അരിപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ കറക്റ്റ് അളവ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, എൻ്റെ ഒരു ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടാണ് ഞാൻ എല്ലാവരും ആഡ് ചെയ്തിട്ടുള്ളത്. അരിപ്പൊടി നമ്മൾ ഇപ്രാവശ്യം നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. പിന്നെ ഇത് നല്ല ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യണം, എന്നാലാണ് ആ ഒരു മാവ് നല്ല സോഫ്റ്റ് ആവുള്ളൂ അത്ര. പിന്നെ ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ നല്ല ചൂടായ കാരണം തന്നെ ഞാൻ ഒരു പോർഷനാക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്, അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഓയിൽ ഇല്ലാത്ത കാരണം തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഏകദേശം ഈ ഒരു പരിവാണ് ആവുന്നുണ്ടാവുക. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ നല്ല ഫ്രോസൺ ആയിട്ടുള്ള ഗ്രേറ്റഡ് കോക്കനട്ട് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ശർക്കര നല്ല പൊടിയായതായിരുന്നു ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രോസൺ കോക്കനട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ആ ചിരകി ആ ഒരു സ്പോട്ടിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും എന്തായാലും ഉണ്ടായിരിക്കില്ല, ആ ഒരു ഫ്രഷ്നെസ്സും ഉണ്ടായിരിക്കില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ അത്ര ആഗ്രഹത്തോട് കൂടിയിട്ട് ഉണ്ടാക്കുന്നത് കാരണം ഉള്ളത് വെച്ച് നമ്മൾ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തെന്ന് മാത്രം കേട്ടോ. എന്നാലും ഏകദേശത്തെ ഫില്ലിംഗ് ഒക്കെ ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മാറ്റി വെച്ച ആ ഒരു മാവുണ്ടല്ലോ, അത് ഓരോരോ ബോൾ ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഓരോ സൈസിനുള്ളത് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് പരത്ത് ഈ ഒരു ഫില്ലിങ് നടുക്കിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു ബോളാക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാനിത് ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ അത് ഞാൻ വേവിക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാനിൽ ആ ഒരു ബൗളിൽ നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ ബോയിൽ ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഓരോരോ ബോളാക്കിയിട്ട് മാറ്റി വെച്ചാൽ മതി. പിന്നെ ഇത് മാവ് എത്രത്തോളം നമ്മൾ ഇങ്ങനെ പരത്തി കട്ടി കുറയ്ക്കുന്നു, ഇപ്പോൾ ടേസ്റ്റ് കൂടാനും ചാൻസ് കൂടുതലാണ് കേട്ടോ. ചാൻസ് കൂടുതലെന്നല്ല, ടേസ്റ്റ് കൂടും എന്തായാലും. ഞാനിപ്പോൾ ഈ ഒരു ബോൾസ് ഉണ്ടാക്കുന്ന ഈ ടൈമിലുണ്ടല്ലോ, എൻ്റെ മാവ് കുറച്ച് കട്ടി കൂടുതലായിരുന്നു. അത് കാരണം തന്നെ എനിക്കിതിങ്ങനെ കുക്കായി വന്നപ്പോൾ എനിക്ക് മാവിന് കുറച്ച് കട്ടി കൂടുതലുള്ള പോലെ തോന്നി, ഫില്ലിങ് വളരെ കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് നമ്മൾ മാക്സിമം എത്രത്തോളം തിന്നാക്കാൻ പറ്റും അത്രത്തോളം കട്ടി കുറച്ചിട്ട് ഫില്ലിങ് ആഡ് ചെയ്യണം, ായിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പോൾ ഇനിയുള്ള ടൈമിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി നന്നാക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ബോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ അതെ ഇത്രയും ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇപ്പോൾ പാനൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് അത് നമ്മൾ നന്നായിട്ട് വേവിക്കാൻ വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസത്തെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പുട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പൊടി എല്ലാതും സെറ്റാക്കിയപ്പോൾ പുട്ടും കുറ്റി കാണാനില്ല. ഋതുവിന് ഏറ്റവും അതായത് ഋതുവിന് ഏറ്റവും ഇഷ്ടമുള്ള കളിക്കുന്ന സാധനമാണ് ഈ പുട്ടും കുറ്റി. അപ്പോൾ അതിൻ്റെ ചില്ലും ഇല്ല, പിന്നെ അതിൻ്റെ മൂടിയും ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും മാവും അതേപോലെ നാളികേരം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇഡ്ഡലിയുടെ പാത്രത്തിൽ തന്നെ പുട്ടിൻ്റെ ഈ പൊടി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഇഡ്ഡലി പുട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഫുള്ള് തട്ടിക്കൂട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ അതിലൊന്ന് സെറ്റ് ചെയ്തെടുത്തപ്പോൾ തന്നെ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനിപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇതിൽ 1-2 ഈ കൊഴുക്കട്ടയുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മുടെ ഈ ശർക്കര ഉള്ളിൽ വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ ശർക്കരയുടെ നീര് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതിനൊന്നും വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മാവിന് കുറച്ച് കട്ടി കൂടുതലായിരുന്നു.
അതാ തോന്നുന്നു ചിലതിൻ്റെ ഒന്നും പുറത്തേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ പുറത്ത് വന്ന ഈ 2 കൊഴുക്കട്ട ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ ടേസ്റ്റ് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നി എനിക്ക്. പിന്നെ അത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം പാനിൽ തന്നെ കുറച്ച് വെള്ളം കാര്യങ്ങളും ഒന്നും കൂടി ബോയിൽ ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇഡ്ഡലി പുട്ട് ഇതിൽ ഓരോന്നായിട്ട് ഇങ്ങനെ അടക്കി വെച്ചിട്ട് നമുക്ക് അതും കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റാവും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കിച്ചണൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ കറി ഉണ്ടായിരുന്നു തലേ ദിവസത്തെ, അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കാൻ വെക്കുകയാണ്. ഈ ഒരു ചിക്കൻ കറി ശരത്തൻ്റെ അമ്മ യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് നല്ലതാണ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. ഈ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വാട്ടുമല്ലോ, അത് കഴിഞ്ഞാൽ സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രേവിക്ക് നല്ല തിക്കാണ്. അപ്പോൾ ഇത് പെരുമ്പടപ്പം അമ്മയും വലിയമ്മയും എല്ലാവരും കൂടി വരുന്ന ദിവസം മനക്കോടിയിൽ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതും ഞാനൊന്ന് ഫോളോ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ തലേ ദിവസം കാലിക്കറ്റ് സ്റ്റോറീസിൽ പോയപ്പോൾ ഞങ്ങൾ സ്ക്വിഡ് ആൻഡ് പ്രോൺസ് റോസ്റ്റും പിന്നെ അതേപോലെ തന്നെ ചിക്കൻ്റെ ഒരു കൊണ്ടാട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഞങ്ങളത് പാഴ്സൽ ചെയ്തതാണ് കേട്ടോ റൂമിലേക്ക്. നമ്മുടെ ഏകദേശം ചിക്കൻ കറിയൊക്കെ ഒന്ന് ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ സ്ക്വിഡിൻ്റെയും പ്രോൺസിൻ്റെയും ഒരു റോസ്റ്റായിരുന്നു, അത് തവ റോസ്റ്റായിരുന്നു കേട്ടോ. അതും നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടും ഏകദേശം നന്നായിട്ടൊന്ന് ചൂടാക്കി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇഫ്താറിന് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ 2 സാധനങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല. പിന്നെ ചിക്കൻ കറി തലേ ദിവസത്തായിരുന്നു. മെയിനായിട്ട് ഇന്ന് ഉണ്ടാക്കിയത് പുട്ടും പിന്നെ കൊഴുക്കട്ടയും മാത്രമാണ്. ശരത്തേട്ടൻ ഓഫീസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ചോറേ കഴിക്കുകയുള്ളൂ. ഇന്ന് ലേറ്റായിട്ടാണ് എത്തുക. സാധാരണ നോമ്പിൻ്റെ സമയത്ത് ഒരു ഉച്ചയാകുമ്പോൾ തന്നെ എത്താറുള്ളതാണ്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 6:30 ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വന്നപ്പോൾ ഞാനും ഒരുമിച്ച് ഫുഡ് കഴിച്ചു. നമ്മുടെ ഇഡ്ഡലിപ്പുട്ടൊക്കെ നോക്കി ഏകദേശം ഇഡ്ഡലിയുടെ ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് പോവാറുണ്ടായിരുന്നു കേട്ടോ. അത്രയും ബലം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫുഡ് ഐറ്റംസ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.